ഹലോ വെൽക്കം ടു ലാവണ്ടർ മീഡിയ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ജോലി നേടാനും പറ്റുന്നതാണ് മിലിറ്ററി നഴ്സിംഗ്. BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് സായുധ സേനയിൽ കമ്മീഷൻഡ് ഓഫീസർ പദവിയോടെ നഴ്സായി ജോലി ചെയ്യാൻ അവസരം നൽകുന്ന പ്രോഗ്രാമാണ് മിലിറ്ററി നഴ്സിംഗ്. ട്യൂഷൻ ഫീയും ഹോസ്റ്റൽ ഫീയും ഇല്ല. അതുമാത്രമല്ല, ഭക്ഷണം, യൂണിഫോം തുടങ്ങിയ എല്ലാ ചെലവുകളും സർക്കാരാണ് വഹിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡും ലഭിക്കും. പൂനെ, ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ, കൊൽക്കത്ത, ലക്നൗ എന്നിവിടങ്ങളിലെ സൈനിക ആശുപത്രികളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജുകളിലാണ് പഠനം ലഭിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങൾ പഠിച്ച് ആദ്യ അവസരത്തിൽ തന്നെ 50% മാർക്കോടെ റെഗുലർ +2 പാസ്സാകുന്ന പെൺകുട്ടികളായിരിക്കണം. പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. പ്രായപരിധി വരുന്നത് 25 വയസ്സാണ്. അവിവാഹിതരായിരിക്കണം, അല്ലെങ്കിൽ വിവാഹമോചിതരായിരിക്കണം, അല്ലെങ്കിൽ ബാധ്യതകളില്ലാത്ത വിധവകളായിരിക്കണം. ഇവരെയും പരിഗണിക്കും. നീറ്റ് UG യോഗ്യതയോടെ ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടുന്നവർക്ക് ഇംഗ്ലീഷ്, ജനറൽ ഇൻ്റലിജൻസ് എന്നീ വിഷയങ്ങളെ അധികരിച്ചുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള പരീക്ഷ, അതായത് TOGIGE, അതായത് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്, ഇതും കൂടി ഉണ്ടായിരിക്കും. പിന്നീട് മാനസിക ശേഷി പരീക്ഷയും ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും. സ്പോർട്സിലൊക്കെ നേട്ടങ്ങളുള്ളവർക്കും സൈനിക സർവീസുകളിലുള്ളവരുടെയോ അല്ലെങ്കിൽ വിമുക്ത ഭടന്മാരുടെയോ ആശ്രിതർക്കും വെയിറ്റേജ് മാർക്ക് ലഭിക്കും. ഇത് കൂടാതെ വിശദമായിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. കുറഞ്ഞത് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അതുകൂടാതെ ബോണ്ടും കൂടെ ഉണ്ടായിരിക്കും. അതായത് ഇതിന് പ്രവേശനം ലഭിക്കുന്നവർ ഒരു നിശ്ചിത കാലത്തേക്ക് അവിടെ തന്നെ സേവനം അനുഷ്ഠിക്കണം എന്നുള്ള ബോണ്ട് നൽകണം. ആകെ സീറ്റ് വരുന്നത് 220 ആണ്. ഇക്കൊല്ലത്തെ പ്രവേശന വിജ്ഞാപനം വരുന്നതേ ഉള്ളൂ, അടുത്ത് തന്നെ വരും. അത് നോക്കാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല ടോപ്പിക്സ് കേട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.